ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. 1654 1654 ഇന്ന് 29 ജനുവരി 2025 ബുധനാഴ്ച. ഫോക്കസിൽ ദർ ആർ 5 വൈസ് ഫോക്കസ് ആൻഡ് സ്റ്റുപ്പിഡ് ഫോക്കസ്. വൈസ് ആയിട്ടുള്ള ഫോക്കസും സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഫോക്കസും ഉണ്ട്. ആക്ച്വലി നമ്മൾ ഇന്നലെ വിഷനറി ഫോക്കസിനെ കുറിച്ച് സംസാരിച്ചു. നിങ്ങൾ എത്ര പേര് അതിനെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് കേട്ടോ, അതിനെക്കുറിച്ച് ചിന്തിച്ചോ? അതല്ലെങ്കിൽ എൻ്റെ വിഷനറി ഫോക്കസ്, ഞാൻ വിഷനറി ഫോക്കസുമായി കണക്റ്റഡ് ആണോ അല്ലേ എന്നുള്ളതൊന്നും അവനവൻ ചിന്തിച്ചോ ഇല്ലേ എന്നൊന്നും അറിയില്ല. വിഷനറീസ് ആയിട്ടുള്ള ആളുകളുടെ ബയോഗ്രഫീസ്, ഓട്ടോബയോഗ്രഫീസൊക്കെ വാങ്ങുകയും വായിക്കുകയും അത് കേൾക്കുകയും അത് പഠിക്കുകയും അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുകയും അതിനകത്ത് ഒരു അനലിറ്റിക്കൽ സ്റ്റഡി നടത്തുക. മുഴുവനായിട്ട് വിഴുങ്ങണം എന്ന് നമ്മൾ പറയില്ല. അതിനകത്തൊരു അനലിറ്റിക്കൽ സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് what is there inside, something to adopt, something to follow, something to understand, something to be എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ആക്ച്വലി ബ്രെയിൻ ഇൻപുട്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ടാണ് നമ്മളുടെ റീഡിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ഹിയറിങ്ങിനെ കുറിച്ച്. റീഡ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലുള്ള പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ചേഞ്ച്ഡ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ ഈ വായിക്കാനും കേൾക്കാനും ഒക്കെ നമുക്ക് താല്പര്യവും ആഗ്രഹവും ഇഷ്ടമുണ്ടാവുള്ളൂ. നിങ്ങളുടെ ഇവിടെ കൂടിയ ആളുകൾ, ഇന്ന് ഓഡിറ്റോറിയത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകളല്ല, ചേഞ്ച് മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഡെയിലി എന്തെങ്കിലും കേൾക്കണം, വായിക്കണം, പഠിക്കണം, അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് 0.001 or 3% ചേഞ്ചസ് ഡെയിലി ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ ഒബ്വിയസ്ലി അങ്ങനത്തെ ഒരാൾക്ക് മാത്രമേ ഈ ഒരു ഓഡിയോ കേൾക്കാൻ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഫിക്സഡ് മൈൻഡ് സെറ്റ്, അതേപോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അതേപോലെ വിഷണറി ഫോക്കസ്, ഇതെല്ലാം നമ്മളുടെ വൈസ് ഫോക്കസും അതേപോലെ തന്നെ ഇതുപോലെ ഇഡിയോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഫോക്കസും ഒക്കെ നമുക്കതിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും, നമുക്കെന്നെ റിയലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പലപ്പോഴും വൈസായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് വിസ്ഡം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ചോദ്യം. അവരുടെ ഫോക്കസിൽ വൈസ് ആവാൻ വേണ്ടി അവർ ശ്രമിക്കും. കാരണം ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ്, മോസ്റ്റ് ഗ്രോത്ത് ഓറിയൻറ്റഡ്, മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ, മോസ്റ്റ് ലുക്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും അവർ ഫോക്കസ്ഡ് ആവുക. അതിനകത്ത് സെൽഫിഷ്നെസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ചോദ്യം. മറിച്ച് ഈവൻ ഇറ്റ് ഈസ് ദ സെൽഫിഷ്നെസ് ഓർ അവിടെ സെൽഫിഷ്നെസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വളരെ ബുദ്ധിപരമായിട്ടുള്ള ഫോക്കസ് നടത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ള. നമ്മൾ നേരത്തെ പറഞ്ഞു, ചില ആളുകളുടെ കാര്യത്തിൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാവും. അത് വൈസ് ഫോക്കസ് ആണോ ഒരു സ്റ്റുപ്പിഡ് ഫോക്കസ് ആണോ എന്നുള്ളത്. അത് പെയ്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് വൈസ്, അൺപെയ്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റുപ്പിഡ്. സിമ്പിൾ. അതാണ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ സ്പൈയിലോ അതല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ളതൊക്കെ പോലീസുകാരനോ അത്തരത്തിലുള്ളൊരു ഉദ്യോഗസ്ഥൻ ശമ്പളം വാങ്ങിയിട്ട് മറ്റൊരാളുടെ കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് നമുക്ക് ഓക്കെ അല്ലെങ്കിൽ യൂസ്ഫുൾ അല്ലെങ്കിൽ വൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇൻസ്റ്റഡ് മറ്റുള്ള ആളുകളുടെ കാര്യം പറയാൻ കൂട്ടുകൂടുകയും ഇരിക്കുകയും സംസാരിക്കുകയും നോക്കി നടക്കുകയും ഫോൺ ചെയ്യുകയും അതിൻ്റെ പുറകിലുള്ള വീഡിയോ കണ്ടിരിക്കുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എന്തുമാത്രം അപകടകരമായിട്ടുള്ള വൈസ് അല്ലാത്ത ഫോക്കസുകൾ കുറേയുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള ആളുകളുടെ ബയോഗ്രഫീസും ഓട്ടോബയോഗ്രഫീസും ഈവൻ വി ആർ റീഡിങ് ഇറ്റ്,
എനിക്ക് ഓർമ്മ വരുന്നത് ഖുർആൻ 39 ചാപ്റ്റർ നമ്പർ സുമർ വേഴ്സ് നമ്പർ 17. People, there are certain people who are listening deeply and perfectly, and they pick the things which is needed. The വയസ്സായിട്ടുള്ള കാര്യങ്ങൾ അവർ പിക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പം കാര്യങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിരീക്ഷിച്ച് കേൾക്കുകയും അതിൽ നിന്ന് ആവശ്യമുള്ളതിന് മാത്രം പിക്ക് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും എല്ലാം മനസ്സിലാക്കുകയും എല്ലാം അതുപോലെ വിഴുങ്ങുകയും ചെയ്യുന്നതിനല്ല വൈസ് എന്നായിട്ട് തിയററ്റിക്കലി യൂണിവേഴ്സൽ എനർജി റിവീൽ ചെയ്തത്. അപ്പോൾ വൈസായി തീരാൻ നമ്മൾ വൈസ് ആണോ എന്നുള്ളത് നമ്മളാണ് റിയലൈസ് ചെയ്യേണ്ടത്. ഇപ്പോഴും ഞാൻ അന്യൻ്റെ കാര്യത്തിലാണ് എൻ്റെ കണ്ണാടി തിരിച്ചു വെച്ചിരിക്കുന്നത്, എൻ്റെ ഫോക്കസ് തിരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളുടെ പ്രശ്നം രൂക്ഷമായ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. കാരണം എമോഷണലി എനിത്തിങ് ക്യാൻ ഗെറ്റ് അട്രാക്റ്റഡ് ഫോർ എനി ഇൻഡിവിജ്വൽ. ഏത് ഇൻഡിവിജ്വലും എന്തും ഗെറ്റ് അട്രാക്റ്റഡ് ആവാം. നല്ല തിരക്ക് പിടിച്ച് പോകുന്ന സമയത്താണെങ്കിൽ വെറുതെ ആൾ കൂടിയാൽ ഓടിച്ചു പോകുന്ന വണ്ടിയിൽ നിന്ന് ഒരു നോട്ടം അങ്ങോട്ട് നോക്കി, സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് സൈഡാക്കി നിർത്തിയിട്ട് അവിടെ പോയി വെറുതെ കുറച്ച് വായി നോക്കി നിന്ന് ഒരു ഉപകാരവും ചെയ്യൂല. ആ കൂടി നിന്ന് അവിടെ ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ അവിടെയുള്ള കൂടിയ ആരെങ്കിലും സിറ്റുവേഷണൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മാനേജേഴ്സോ ക്രിട്ടിക്കൽ ലീഡേഴ്സോ ആരെങ്കിലും രംഗം ഏറ്റെടുത്തിട്ടുണ്ടാവും. അവർ പറഞ്ഞാൽ ഒരു കാര്യമായിട്ട് അനുസരിക്കുക, അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുകയോ ചെയ്യൂല. ഇങ്ങനത്തെ സ്റ്റുപ്പിഡായിട്ടുള്ള ഫോക്കസുള്ള എത്രയോ ആളുകൾ നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ കാണാൻ പറ്റും. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് വി ഓൾ ആർ ഇൻ ദാറ്റ്. നമ്മളൊന്നും അതിൽ പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വൈസ് ആൻഡ് സ്റ്റുപ്പിഡ് എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാനും അതിൻ്റെ ഒരു സ്കെയിലിംഗ് നടത്തേണ്ടത് നമ്മളാണ്. ലുക്രേറ്റീവ് എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രോഫിറ്റബിൾ, മോസ്റ്റ് പ്രോഫിറ്റബിൾ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് മോർ പ്രോഫിറ്റബിൾ ഫോർ ദാറ്റ്. അവിടെയാണ് ഈ സെൽഫിഷ്നെസ്സിൻ്റെ ഇഷ്യൂ. സി, പീപ്പിൾ ആർ സ്പിരിച്വൽ, പീപ്പിൾ ആർ നെയിംഡ് സ്പിരിച്വൽ. ആളുകളുടെ പേര് അതത് സ്പിരിച്വാലിറ്റിയുടെ അതത് റിലീജിയൻ്റെ പേരിൽ ബാനേർഡാണ്. ആൻഡ് ആർ ദേ ലുക്രേറ്റീവ് ഇൻ ടു ദെയർ സ്പിരിച്വാലിറ്റി ഫോർ പെർഫെക്റ്റ്ലി? അവരുടെ മതത്തിലോ റിലീജിയനിലോ ഫിലോസഫിയിലോ പോളിസിയിലോ അവരുടെ സ്പിരിച്വാലിറ്റിയിലോ അവർ പ്രോഫിറ്റിന് വേണ്ടി ഫോക്കസ്ഡ് ആണോ എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ചോദിച്ചു നോക്കണം. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഉണ്ടാവില്ല. എന്താ കാരണം? ഐ നീഡ് ടു സാറ്റിസ്ഫൈ നിയർ ബൈ പേഴ്സൺ. എൻ്റെ തൊട്ടടുത്തുള്ള ആളെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ എന്ന ഒരു നിലപാട്, ഒരു അഴകൊഴമ്പൻ നിലപാട് കൂടി ഒരാൾക്ക് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പിരിച്വലി സെൽഫിഷ് അല്ലാതാവുകയോ സ്പിരിച്വൽ ലിക്രേറ്റീവിൽ നിന്ന് എക്സിറ്റഡ് ആവുകയോ സ്പിരിച്വലി വൈസ് അല്ലാതാവുകയോ ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് റിലീജിയസ് ആയിട്ടോ ഫിലോസഫിക്കലായിട്ടോ സ്പിരിച്വൽ ആയിട്ടോ പോളിസി ഓറിയൻറ്റഡ് ആയിട്ടോ നിലപാടുകളില്ലാത്തവർ എന്ന് നമ്മൾ ചിലപ്പോൾ പറയേണ്ടി വരികയൊക്കെ ചെയ്യുന്നു. സോ തിങ്ക് there are so many corners to understand wise and stupidity. അപ്പോൾ നമ്മളുടെ ഫോക്കസ് ഒന്നും കൂടി വൈസ് ആവുക എന്നുള്ളത് വളരെ സീരിയസ് ആണ്. ബിക്കോസ് ഓഫ് യു ഐ ഡിലേഡ്, ബിക്കോസ് ഓഫ് യു ഐ ഡിസ്റ്റർബ്ഡ്, ബിക്കോസ് ഓഫ് യു ഐ ഒമിറ്റഡ്, ബിക്കോസ് ഓഫ് യു ഐ എക്സിറ്റഡ്, ബിക്കോസ് ഓഫ് യു ഐ ആക്ച്വലി പോസ്റ്റ്പോണ്ട് എന്ന് സ്പിരിച്വൽ ഏരിയയിൽ നിന്ന് ഒരാൾ സംസാരിച്ചാൽ അവിടെ ഇറ്റ് ഈസ് നോട്ട് എ വൈസ് ഫോക്കസ്, ഇറ്റ് ഈസ് എ സ്റ്റുപ്പിഡ് ഫോക്കസ്. നിങ്ങൾ കാരണം ഞാൻ എൻ്റെ പ്രാർത്ഥന മാറ്റിവെച്ചു, നീട്ടിവെച്ചു, അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് ഫോക്കസ്. സോ ബി വൈസ്, ബി സീരിയസ്. ഇത് വളരെ ഡീപ്പറായിട്ടുള്ള സെൻസിൽ ആലോചിച്ചാൽ മാത്രമാണ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇത് പബ്ലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റൂ, പ്രൈവറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സിനാരിയോയിലാണ് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടോ പാരൻസിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ അവനവൻ്റെ ആക്ടിവിറ്റിയിലോ ജോബിലോ ബിസിനസ്സിലോ സൊസൈറ്റിയിലോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ച് പ്ലാൻ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് ലുക്രേറ്റീവായിട്ട്
ലുക്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ലാഭകരമായിട്ട് അവതരിപ്പിക്കുകയും ചിന്തിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. സോ അതിന് സാധിക്കട്ടെ, സഹായിക്കട്ടെ, അതിന് ചിന്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു so much and love you all. Bye for now. Thank you, sir. Thank you so much. Thank you, Nasir sir. Thank you, sir. Thank you, sir. Thank you, ma'am.